ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്ത് 3 ബെഡ്റൂമുള്ള ഒറ്റ നില വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു 50 ലക്ഷത്തിനകത്തൊക്കെ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും ബെറ്റർ ഒരു ഓപ്ഷനാണ് ഈ വീട് വരുന്നത്. ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ആണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. ട്രിവാൻഡ്രത്ത് നമുക്ക് മച്ചേൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മച്ചേൽ കുരുവിൻ മുകൾ എന്ന ഒരു സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഒരു 500 മീറ്റർ മാത്രം മാറിയാൽ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഇവിടെ വരാൻ പറ്റും. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഒരു 14 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നമുക്ക് എത്താൻ പറ്റും. നമുക്ക് നിയറസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വേറെയും സ്കൂളൊക്കെ ഒരു 2 കിലോമീറ്ററിന് അപ്പുറത്തായിട്ട് നമുക്ക് ഗുഡ് ഷെപ്പേർഡിൻ്റെ സ്കൂളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ ആക്സസ്സും ഉള്ള ഒരു ലൊക്കേഷനാണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് 3,900 സെൻറ്റിൽ 1050 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് 3 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഒറ്റ നില വീടിന് വരുന്നത്. ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ കണ്ടില്ല, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു എലിവേഷനാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഡിമാൻഡ് കൂടുതലുള്ള ഒരു വീടാണ്, അതുകൊണ്ടാണ് നമുക്ക് എത്രയും പെട്ടെന്ന് എടുത്തത്. വീടിൻ്റെ പണി നമുക്ക് മാക്സിമം തീരാറായതേ ഉള്ളൂ. നമുക്ക് ഇനി കുറേ ഫിനിഷിങ് വർക്കൊക്കെ കിടക്കുന്നുണ്ട്. നമുക്കിവിടെ ഫ്രണ്ട് ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ആയിട്ടാണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. ഇനി നമുക്ക് അവിടെ ഗാർഡൻ്റെ വർക്കൊക്കെ നമുക്ക് പെൻഡിങ് ആണ്. കണ്ടില്ല, ചെടിയൊക്കെ ഇറക്കി വെച്ചിരുന്നുള്ള ഇതെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ കംപ്ലീറ്റ് ആയിട്ടാണ് എടുക്കുന്നത്, പക്ഷേ ഇത് കുറച്ച് ഡിമാൻഡ് കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് എടുത്തത്. അപ്പം നമുക്ക് കസ്റ്റമർ നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് നമ്മൾ ഫാസ്റ്റായിട്ട് എടുത്തതാണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഒരു കാറ് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേസ് ഉണ്ട്. ഒരു സിറ്റ് ഔട്ട് വരുന്നത് 12x4 ഡയമെൻഷനുള്ള സിറ്റ് ഔട്ടാണ്. പിന്നെ നമുക്കിവിടെ പുറകിലുണ്ടോ നമുക്കൊരു വുഡൻ പാനൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, വുഡൻ പാനൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിന് നമുക്ക് ബോർവെല്ലും നമുക്ക് പൈപ്പ് കണക്ഷനുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഫ്രണ്ട് ഡോർ നോക്കാം. നമുക്ക് സ്ലാബിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡോറാണ് ഉണ്ടോ ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. നല്ല പാറ്റേൺ ഉള്ള ഒരു ഡോറാണ് നമ്മുടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 14x12 ഡയമെൻഷനുള്ള ഒരു ലീവിങ് ഏരിയ നമുക്കിവിടെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. മുകളിൽ സീലിംഗ് വർക്ക് കണ്ടില്ലേ, ലൈറ്റും പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ സൈഡിലെ വാളിൽ നല്ല വാളാർത്തൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതാണ് ഇവിടുത്തെ TV യൂണിറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു TV യൂണിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ PVC പാനലാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. തറയിൽ നമുക്ക് ടൈൽ കണ്ടില്ലേ, ഈ കാണുന്ന ടൈലാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്കിവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ തൊട്ടിപ്പുറത്താണ് നമുക്കിവിടെ ഡൈനിങ് ഏരിയ വരുന്നത്. 12x8 ഡയമെൻഷനിലുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റിങ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടുത്തെ കിച്ചണാണ്. നമുക്ക് ഒരു ഓപ്പൺ കിച്ചൺ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അത് 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് തീമിൽ. അപ്പോൾ നമുക്ക് തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന വൈറ്റ് കളർ ഒരു ടൈലും കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഇവിടെയാണ് സിങ്ക് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക് ചിമ്മിനി കണ്ടില്ലേ, ഈ ഒരു ചിമ്മിനി വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്യാസിൻ്റെ സ്റ്റൗ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പുറകിലോട്ട് വന്ന് നമുക്കിവിടെ ഒരു വർക്ക് ഏരിയയും കൂടെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. അവിടെ ഒരു ക്യാമറയൊക്കെ വർക്ക് ഏരിയ വെച്ചിട്ടുണ്ട്. ഫുള്ള് സെക്യൂർഡ് ആയിട്ടുള്ളതാണ്. വീടിൻ്റെ ഫ്രണ്ടിലും ക്യാമറയൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുറകിൽ നമുക്കിവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടോ, ഫുള്ള് ക്ലോസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്ക് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിന് നമുക്ക് 3 ബെഡ്റൂമാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ഒരു ബെഡ്റൂം നമ്മൾ കയറി വരുന്ന അവിടെ ആ ഒരു പോർഷനിൽ, ബാക്കി 2 ബെഡ്റൂം നമുക്ക് ഒന്ന് ഇവിടെ ഒന്ന് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. അതിന് മുമ്പേ നമുക്കിവിടെ വാഷ് ബേസിങ് ഏരിയ കാണാം. ഈ ഭാഗത്താണ് നമുക്ക് വാഷ് ബേസിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വാഷ് ബേസിങ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്കൊരു ബെഡ്റൂം ഈ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ 12x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, പിന്നെ ഇവിടെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് ഈ സൈഡിൽ വരുന്നുണ്ട്. പിന്നെ ഒരു വാർഡ്രോബ് ഈ ഭാഗത്താണ് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡി ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബാണ്. മിററൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ഇപ്പോൾ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ എല്ലാം തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. നമുക്ക് ഈ സൈഡിലാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ 12x10 ഡയമെൻഷനിലുള്ളതാണ് നമുക്ക് ഈ കാണുന്ന ബെഡ്റൂം വരുന്നത്. ഇവിടെ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മാർബിളിൻ്റെ പാറ്റേണിലുള്ള ഒരു വാർഡ്രോബ് തന്നെ മൾട്ടിവുഡിൽ ലാമിനേറ്റ് ചെയ്ത് ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമുക്കിവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇനി നമുക്കിവിടെ ലാസ്റ്റ് നമുക്ക് കയറി വരുന്ന ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x10 ഡയമെൻഷനിലുള്ളതാണ് ഈ കാണുന്ന ബെഡ്റൂം.
ഇവിടെ നമുക്ക് പ്രൊഫഷണൽ ലൈറ്റിംഗ് ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ അപ്പുറത്ത് കണ്ട സെയിം പാറ്റേണുള്ള വാർഡ്രോബ് തന്നെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് PVC ഡോർ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടെയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെയിലിൻ്റെ ഡിസൈൻ എല്ലാം നമുക്ക് ഇതാണ് വരുന്നത്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഒറ്റനില വീടിൻ്റെ വില വരുന്നത് നമുക്ക് 48 ലക്ഷമാണ് ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹോം ലോൺ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചുകൂടെ ലോ ആയിട്ടുള്ള വീടാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹൈ ആയിട്ടുള്ള വീടാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾ തീർച്ചയായും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് നമ്മുടെ ചാനലിൽ ഇതേപോലത്തെ വീഡിയോ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.